എല്ലാവരെയും ഓർമ്മയുണ്ട്, എല്ലാവരുടെ ഫേസും എല്ലാവരെയും ഒരു വരി പോലും വിടാണ്ട് ഞാൻ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും പക്കയായിട്ട് പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു മുഹമ്മദ് അലി, പിന്നെ ഒരു ഇയാൾ എനിക്കറിയാവുന്ന ആൾ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതുപോലുള്ള കുറച്ച് പേരുകളെയൊക്കെ കുറച്ച് ആളുകളെയൊന്നും പൊളിറ്റീഷ്യൻസ് ഇപ്പം എന്നെ കാണിച്ച ആളും പൊളിറ്റീഷ്യനാണ്. ഒപ്പം എന്താ പറയുക, അയാൾക്ക് ഭയങ്കര ബിസിനസ് മാഗ്നറ്റ് എന്നാണ് അന്ന് എനിക്കറിയില്ല, അയാൾ പറഞ്ഞത് ഭയങ്കര ബിസിനസ്സാണ് അയാളുടെ ജോലി. ഒപ്പം പൊളിറ്റിക്കലി ഭയങ്കര പവർഫുള്ളാണ് എന്നൊക്കെയാണ്. അത്യാവശ്യം ഹോൾഡുള്ള കൂട്ടത്തിലാണ് എന്നൊക്കെയാണ്. ഈ പേരുകൾ അങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഏതാണ് കൃത്യമായിട്ട് ഒരു മുഹമ്മദ് അലി, പിന്നെ ഒരു അനിൽ പെരുമ്പാവൂര്, അതുപോലെ കുറച്ച് പേരുകൾ എനിക്ക് എല്ലാവരും പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർക്കാൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല. ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പോലീസിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോലീസിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഞാൻ ഒരാളെ അനാവശ്യമായിട്ട് അകത്തേക്ക് എടുത്തിട്ടിട്ടൊന്നുമില്ല. ഉള്ള ആളുകളെ തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡമ്മി, അതായത് ഒറിജിനൽ ആൾക്ക് പകരം ഡമ്മീനെ വരെ ഈ കേസിൽ ഇട്ടിട്ടുണ്ട്. മീൻസ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുവരെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസ് കഴിഞ്ഞിട്ട് മീൻസ് ഒരെണ്ണം എന്തോ നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു എന്നെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇവരുടെ അടുത്ത് ഏജൻറ്റുമാരാണ്. അപ്പം ഈ ഏജൻറ്റുമാർ തന്നെ കേസിൻ്റെ വിസ്താര സമയത്തല്ല, അല്ലാതെ ഇവരെ കേസിന് വിളിക്കുമല്ലോ. അപ്പോൾ അവർ വന്ന് കോടതി നിൽക്കുമ്പോൾ ഈ ഏജൻറ്റുമാർ തന്നെ ഇങ്ങനെ ഞെട്ടാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളല്ലല്ലോ എന്ന് അവർ വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുട്ടീനെ ഉപദ്രവിച്ചത് അതല്ലാന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളും പോലീസുകാർ തന്നെ ചെയ്യുന്നതായിരിക്കും, അല്ലാതെ വേറെ ആരും ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കെന്തായാലും ചെയ്യാൻ പറ്റില്ല, അവരായിരിക്കുള്ളൂ മെയിനായിട്ട് ചെയ്യുക. ഒരു കേസെന്ന് പറയുമ്പോൾ അതിനകത്ത് ഏജൻറ്റുമാർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ കണക്കാണ് പറയണത്. അത് വിമൻ ഉണ്ട്, മെന്നുണ്ട്. അപ്പോൾ വിമൻ, മെൻ ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഈ ഉപദ്രവിച്ച ആൾക്കാർ ഉൾപ്പെടെ ഉള്ളതാണ് ഞാൻ ഈ 150ഓളം ആളുകളെന്ന് പറയുന്നത്. അല്ല, അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അറസ്റ്റ് ചെയ്യാത്ത ആളുകൾ ഇനിയുമുണ്ട്, കിട്ടാത്ത ആളുകൾ ഇനിയുണ്ട്. ചിലപ്പോൾ മേ ബി അബ്രോഡുള്ള ആളുകൾ ഉണ്ടാവാം, ഇപ്പോഴും സറണ്ടർ ആവാത്ത ആളുകൾ ഉണ്ടാവാം, സറണ്ടറായി കിട്ടാത്ത ആളുകൾ ഉണ്ടാവും. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇത് സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഈ കേസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയണം. അന്ന് എനിക്ക് കുറച്ചും കൂടെ മീൻസ് എല്ലാവരെയും ഓർമ്മയുണ്ട്, എല്ലാവരുടെ ഫേസും എല്ലാവരെയും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫെമിലിയർ ആൾക്കാരെ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഒരു ഇഞ്ചോട് ഇഞ്ച് വെറുതെ കൈവച്ചവനെ പോലും നമുക്ക് പറയാൻ പറ്റും. കാരണം തുടങ്ങി എൻഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കേസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരെയും പറയാൻ പറ്റും. പിന്നെ എല്ലാവരും ഒരു വരി പോലും വിടാണ്ട് ഞാൻ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും പക്കയായിട്ട് പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈസിയാണെന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട്. ഇല്ല, അത് തന്നെയാണല്ലോ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞത്. അതായത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്ന എല്ലാവരും ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും എത്ര ആളുകളുണ്ടെന്ന് അറിയില്ല. അത് ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചാലാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടുള്ളൂ.